Hi, hello, welcome to an eventful Shaniyacha of my life. എല്ലാ സാറ്റർഡേയ്സും ഹാഫ് ഡേ ചേട്ടന് മാത്രമേ വർക്കുള്ളൂ, എനിക്ക് വർക്കില്ലാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരിക്കും. കനകക്കുന്നിലെ മാതൃഭൂമിയുടെ ഫെസ്റ്റ് നടക്കുകയാണ്. ഒരുപാട് വർഷമായിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, പറ്റിയില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ തള്ളുന്നില്ല. ആക്ച്വലി ഇന്ന് എനിക്കിവിടെ വരാനൊരു അവസരം കിട്ടി, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു, നേരെ ഇങ്ങ് പോന്നു. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ്, എന്താണ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്, ആരൊക്കെ കണ്ടു എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാ ഫെസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് മാതൃഭൂമി നടത്തുന്ന ഒരു പരിപാടിയാണ്. മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്. ഇത് എല്ലാ കൊല്ലവും നമ്മുടെ കനകക്കുന്നിൽ വെച്ച് നടക്കാറുണ്ട്. ഈ പ്രോഗ്രാം 4 days ആയിട്ട് കനകക്കുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. 28 January നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടനാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ 3rd day സാറ്റർഡേ ആയിരുന്നു, എനിക്ക് വർക്കില്ലായിരുന്നു. സോ അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെഷൻസ് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. സോ ഗൈസ്, എനിക്ക് സാധനങ്ങളെല്ലാം കിട്ടി, ടാഗെല്ലാം കിട്ടി. ഫസ്റ്റ് ഞാൻ മാതൃഭൂമി ഹാളിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ അച്ഛനും മകനും ഒരു പരിപാടിയുണ്ട്. അവിടെ ജയറാമേട്ടനും കാളിദാസ് ജയറാമും അവരുടെ സെഷനൊന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തിരക്കാണെന്ന് തോന്നുന്നു. കയറാൻ പറ്റില്ല കയറും, അല്ലെങ്കിൽ വേറെ പരിപാടി. എനിക്ക് ഈ സെഷൻ ആദ്യം മുതലേ കാണണമെന്നുണ്ടായിരുന്നു. ജയറാമേട്ടനും കാളിദാസ് ജയറാമും ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി സെഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ എത്തിയപ്പോൾ ആ വെന്യൂ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു, ബട്ട് സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു. പി പ്രജിത്തിനെയാണ്, മാധ്യമപ്രവർത്തകനാണ്, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയിൽ സബ് എഡിറ്ററാണ്. മൂവരെയും ഈ സെഷന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിന്റെ ആൻസർ ആനയും ചെണ്ടയാണ് മെയിൻ ഇഷ്ടം, സിനിമ സെക്രട്ടറി എന്നേ ഉള്ളൂ. അത് സത്യമാണ്. എനിക്ക് ഒരുപക്ഷെ സിനിമയേക്കാൾ കൂടുതൽ അത് തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. ആ സെഷൻ കഴിഞ്ഞ് ജയറാമേട്ടനും കാളിദാസ് ജയറാമും പോകുന്നതും കണ്ട് ഞാൻ എൻ്റെ അടുത്ത വെന്യൂ ആയിട്ടുള്ള അണ്ടർ ദ ട്രീസിൽ യുറേക്ക സ്റ്റോറീസിനെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, ഞാൻ നോക്കിയപ്പോൾ സെൽഫി എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് കാളിദാസ് ജയറാം കാറിലേക്ക് പോകുമായിരുന്നു. ഞാൻ ചെന്ന് ഹായ് പറഞ്ഞു, ചേട്ടനും തിരിച്ച് ഹായ് പറഞ്ഞു. ഞാനൊരു സെൽഫി എടുത്തോട്ടേന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു പിന്നെന്താ. അങ്ങനെ എനിക്കൊരു സെൽഫിയും കിട്ടി. അവിടെ നിന്ന് അണ്ടർ ദ ട്രീസ് എന്ന് പറയുന്ന വെന്യൂ ചെന്നപ്പോൾ അവിടെ KR മീഡിയയുടെ സെഷൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് വെന്യൂ ചേഞ്ച് ഉണ്ടെന്നും നമ്മുടെ യുറേക്ക സ്റ്റോറീസിൻ്റെ പരിപാടി നടക്കുന്നത് ഞാൻ നേരത്തെ ഇരുന്ന അതേ മാതൃഭൂമി ഹാളിലാണെന്നും. അങ്ങനെ ഞാൻ വന്ന വഴിയെ തിരിച്ചു പോയി. ഞാൻ ഈ കനകക്കുന്ന് മൊത്തം ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് ഒറ്റയ്ക്കാണ്. കാരണം ഞാൻ മീ ടൈം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ കമ്പനി തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ കനകക്കുന്നിൽ വന്നതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എനിക്ക് ഇഷ്ടമുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുക, നമ്മുടെ അത് മാത്രമായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങൾ നടക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം കനകക്കുന്നിലെത്തിയത്. അല്ലാതെ കനകക്കുന്നിലെ ഫെസ്റ്റ് എല്ലാ പ്രാവശ്യവും കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ കുറച്ച് മീ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം വരണം എന്നൊരാഗ്രഹം തോന്നി. ചെയ്യുമ്പോൾ പലപ്പോഴും മെയിൽ സെൻട്രിക് ആവാതിരിക്കാൻ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈക്വലി മെയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെയും ഞങ്ങളുടെയോ കഥ പറയുന്ന പോലെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ കഥ മാത്രമാണ് ഒരു വീട്ടിൽ നടക്കുന്ന സ്ഥിതി വെച്ചത്. മാതൃഭൂമി ഫെസ്റ്റ് നടക്കുമ്പോൾ അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിട്ട് അത് ഞാൻ അറ്റൻഡ് ചെയ്യാതെ പോയാൽ അത് എനിക്കൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ തലേദിവസമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച സെഷൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആയിരുന്നു ഇത്. അത് വളരെ വർത്തായിരുന്നു എന്ന് തന്നെ പറയാം. മനസ്സിൽ പറയുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, അത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പേരാണ്. എൻ്റെ ചേച്ചി അത് 1ാം ക്ലാസ് പഠിക്കുക. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് ലോകമെമ്പാടുമുള്ളവർ ഇത്രയധികം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതേസമയം മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷവും സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഇമ്പാക്റ്റ് കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കുമ്പോൾ അവരെ അടുത്തൊരു വർഷം കൂടി ജയിപ്പിച്ചു വിടേണ്ട ഉത്തരവാദിത്വം അവരുടെ കുട്ടികളുടെ പേരൻസ് എല്ലാം ഈ കുട്ടികളെ ജയിപ്പിക്കും. ജയിപ്പിച്ചു വിടണം. അപ്പോൾ പുള്ളിയുടേതായ ഒരു പാർട്ടി പദ്ധതി അല്ലെങ്കിൽ ഓർത്തനെ ജയിപ്പിക്കുന്നതിന്റെ ടെക്നിക്കുകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ ഈ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ 18 വീണ്ടും പറയുകയാണ്. എന്നെ അദ്ദേഹം അതിന്റെ അടുത്ത ഏറ്റവും മികച്ച 2 കോളേജുകളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, 3 കോളേജുകളിൽ. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഈ 3 കോളേജിലും പോയില്ല, പകരം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയത്തിലാണ് അതിന്റെ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ എന്റെ അഡ്മിഷൻ കാർഡ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഉറക്കും എന്നുള്ള പേടിയിലാണ് എന്നെ പറയുന്നത്. എന്നാൽ ഇവിടെ കുഴപ്പമൊന്നും നോക്കട്ടെ വിചാരിച്ച് ഞാൻ ആ കോളേജിൽ വെച്ചാണ്, പല കോളേജിലെ പഠിക്കുന്ന സമയത്താണ് ടെലിവിഷൻ പ്രവർത്തകനായത്.
ആ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ യുറേക്ക സ്റ്റോറീസിലെ ടീം പുറത്തുണ്ടായിരുന്നു. അവരുടെ സെഷനിൽ നിന്ന് അവർ പറഞ്ഞ ഗ്രോത്തും അവരുടെ സക്സസ്സും എല്ലാം വന്ന വഴി പറയുമ്പോൾ അവർ അതിന് പിന്നിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം എവിഡൻ്റ് ആണ്. അപ്പോൾ ജയറാമേട്ടൻ്റെയും കാളിദാസ് ജയറാമിൻ്റെയും സെഷൻ കണ്ടു. യുറേക്ക ടീംസിൻ്റെ സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സെഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എല്ലാ സെഷൻസും അടിപൊളിയായിരുന്നു, വെർത്തായിരുന്നു. ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉച്ചവരെയുള്ള സെഷൻസ് എല്ലാം സ്പെൻഡ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഫെസ്റ്റിലേക്ക് അത് വരണം എന്ന് ആഗ്രഹിച്ച് വന്നതാണ്. ടിക്കറ്റ് എടുത്തു, കയറി. ഞാൻ സാധാരണ ഈ പറയുന്ന സെഷൻസൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ വെച്ച് സെമിനാർസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് സെമിനാർ ആണെങ്കിലും ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് മേ ബി ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്കറിയാവുന്നവരായതുകൊണ്ടായിരിക്കാം ഭയങ്കര നൈസായിരുന്നു. ആഫ്റ്റർനൂൺ നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെയും രമ്യ നമ്പീഷിൻ്റെയും വാഴ ടീമിൻ്റെയും എല്ലാം ഒരുപാട് സെഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആഫ്റ്റർനൂൺ സെഷൻ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് എ ഡേറ്റ് വിത്ത് മൈ ഹസ്ബൻഡ് എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരുപാട് വെന്യൂസ് ഉണ്ട്, ഒരുപാട് സെഷൻസ് ഉണ്ട്, ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. പക്ഷേ ഉച്ച വരെ മീ ടൈം. ഉച്ചയ്ക്ക് ശേഷം ഞാനും ചേട്ടനും കൂടിയായിട്ട് നമ്മുടെ ടൈമാണ്. അതിനുശേഷം നമ്മൾ ഫാമിലി ടൈമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ 3 ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മീ ടൈമൊക്കെ ജസ്റ്റ് അവസാനിപ്പിച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അടുത്ത് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ലഞ്ചിന് വേണ്ടിയിട്ട് ലഞ്ച് ഡേറ്റ് ചിലപ്പോൾ ഒരു മൂവിയൊക്കെ കാണും. ഫസ്റ്റിന് പോയി വിളിക്കും, ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ പക്ഷേ ഒരുപാട് സെഷൻസ് ഉണ്ട്. പറ്റുന്നുള്ളവർ വരിക. നാളെയും കൂടി പരിപാടിയുണ്ട്. ഫെബ്രുവരി 1 വരെയാണ് ഈ പരിപാടി ഉള്ളത്. ഈ പരിപാടി ഫെബ്രുവരി 1 വരെയാണുള്ളത്. അറിയാവുന്നവരൊക്കെ വരിക. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ഡിസർവ് ചെയ്യുന്നത് പോലുള്ളൊരു മീ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എൻട്രിയിലേക്ക് വന്നപ്പോഴേക്കും എന്നെ പിക്ക് ചെയ്യാൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എന്നെപ്പോലെ തന്നെ ഈ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ചേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ചേട്ടൻ ഓഫീസിൽ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മീ ടൈമിൽ കയറി ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്നെ ഫ്രീ ആയിട്ട് കനകക്കുന്നിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. കാറിൽ പിന്നെ 2 എക്സ്ട്രോവേർട്സ് ചേർന്ന് എന്താ സംഭവിക്കുക? ഫുൾ സംസാരം, ഫുൾ ഓൺ സംസാരം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി, അറിയാത്ത കാര്യങ്ങളെ പറ്റി ഒക്കെ സംസാരിക്കുന്നു. അതിനുശേഷം നേരെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം തിയേറ്ററിൽ പോയി. പുതിയതായിട്ട് പ്രകമ്പനം എന്നൊരു സിനിമ ഇറങ്ങി, അത് കാണാൻ പോയി. ആക്ച്വലി ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ഡേറ്റിന് പോകുമ്പോൾ റോം കോം ആയിട്ടുള്ള മൂവീസ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്, ഫണ്ണി ആയിട്ടുള്ള മൂവീസാണ് സെലക്ട് ചെയ്യാറുള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. റിവ്യൂസ് എല്ലാം കണ്ടു. പ്രകമ്പനം മൂവിയെ പറ്റി ഓൾമോസ്റ്റ് നല്ല റിവ്യൂസാണ്. ഫണ്ണാണെന്നുള്ള റിവ്യൂസ് വന്നപ്പോൾ ഫുൾ കോൺഫിഡൻസിൽ സിനിമ കാണാൻ കയറി. വളരെ നല്ല മൂവി ആയിരുന്നു. രോമാഞ്ചവും അടികപ്പിയാരെ കൂട്ടമണിയും പോലത്തെ ടൈപ്പ് ഓഫ് മൂവി എന്നാണ് പറഞ്ഞത്. ആക്ച്വലി യെസ്, അങ്ങനത്തെയാണ്. നല്ല ഫൺ മൂവിയാണ്. പക്ഷേ അടികപ്പിയാരെ കൂട്ടമണിയുടെ തട്ട് എപ്പോഴും താൻ തന്നെ ഇരിക്കും. മൂവിക്ക് ശേഷം നേരെ വസുവുമായിട്ട് സൺസെറ്റ് കാണാൻ ബീച്ചിൽ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഐഡിയ. പക്ഷേ മൂവി ടൈം കുറച്ചല്പം നീണ്ടുപോയത് കാരണം ഞങ്ങളുടെ സൺസെറ്റ് പ്ലാൻ അങ്ങ് മുടങ്ങി. പിന്നെ നേരെ ഡേ കെയറിൽ പോയി ഞങ്ങളുടെ വസുവിനെ കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വസു ജനിച്ചതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്ത ചില കാര്യങ്ങളാണ്. മീ ടൈം, നമുക്കൊരു ജോബ്, ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ടൈം, ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ക്വാളിറ്റി ടൈം എല്ലാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ജോബിന് കൂടി പോയതിന് ശേഷം സാറ്റർഡേ സൺഡേ കൂടുതലും വസുവിൻ്റെ കൂടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുക, ചേട്ടൻ്റെ കൂടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുക, അമ്പലത്തിൽ പോവുക, അടുത്തുള്ള ഏതെങ്കിലും പ്ലേസസിൽ പോവുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോഴും ഞാൻ അവിടെ മീ ടൈം ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മീ ടൈം കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ ലൈഫ് ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എല്ലാ മന്തും ഫസ്റ്റ് സാറ്റർഡേ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തുകൂടാന്ന് ചിന്തിച്ചത്. ആൻഡ് ഇറ്റ് ആക്ച്വലി വർക്ക്സ്. ഹാപ്പി ആയിട്ടുള്ളൊരു അമ്മയ്ക്ക് മാത്രമേ ഹാപ്പി ആയിട്ടുള്ളൊരു കുഞ്ഞിനെ വളർത്താൻ പറ്റുള്ളൂ എന്ന് ഞാൻ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ആക്ച്വലി കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ടു ഓൾ മദേഴ്സ്, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ വേറൊരാൾ വരുന്നത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വയം ഹാപ്പി ആവാൻ എപ്പോഴും റെഡി ആയിരിക്കുക. അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഡേയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡുമായിട്ടുള്ള ക്വാളിറ്റി ടൈം. കാരണം ഹസ്ബൻഡ് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ഫാമിലി മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. സോ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് പാർട്ട്ണറുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയ്ക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.